ഹായ് ഗൈസ്, നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഴ്സ് കോഡിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. മോഴ്സ് കോഡ്, ഓക്കെ. ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് നമ്മളെ ഫാമിലി ഒരു മെമ്പർ തന്നെയാണ് നമ്മുടെ ഇത് സജസ്റ്റ് ചെയ്തത് ഈ ഒരു ടോപ്പിനെ കുറിച്ച് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക ഗൈസ്. കാരണം മോഴ്സ് കോഡ് എന്താണെന്നോ അല്ലെങ്കിൽ മോഴ്സ് കോഡിൻ്റെ ഒരു ഇന്നോവേറ്റീവർ ആരാണെന്നോ ആ ഒരു കഥ എന്താണ് അല്ലെങ്കിൽ മോഴ്സ് കോഡിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഇന്ന് ഈ ഒരു മോഴ്സ് കോഡ് ഉപയോഗിക്കുന്നുണ്ടോ, ഇന്ന് ആരൊക്കെയാണ് ഈ ഒരു മോഴ്സ് കോഡ് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഒരു വീഡിയോ പറയുന്നതാണ്. അപ്പോൾ സ്റ്റെൻസിൽ എന്നൊരു സാധനം നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തട്ടത്തിൽ മറന്ന ഒരു സിനിമയിലൂടെ മനസ്സിലാക്കിയവരാണ്. ഓക്കെ, ഒരു സീക്രട്ട് ലാംഗ്വേജ് അല്ലേ. ഇപ്പോൾ എന്താ കപ്പിൾസുകൾ തമ്മിലിടയിലുള്ള അല്ലെങ്കിൽ കപ്പിൾസുകൾക്കിടയിലുള്ള ഒരു സീക്രട്ട് ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ സ്റ്റെൻസിലിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു മോഴ്സ് കോഡ് എന്ന് പറയുന്നത് ഒരു സീക്രട്ട് ലാംഗ്വേജ് പോലെ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു മോഴ്സ് കോഡ്? മോഴ്സ് കോഡ് എന്ന് പറയുന്നത് കോമകളും ഡാഷുകളും മാത്രം ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് സിസ്റ്റത്തിനെയാണ് മോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആര് നിർമ്മിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ 1825 സാമുവൽ മോസ്ക് എന്നൊരു വ്യക്തി, അദ്ദേഹമാണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു സംഭവം ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു ചെറിയ ഇൻസിഡന്റ് ആണ് ഇതിന് കാരണമായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ മരണം അദ്ദേഹത്തിന് ഇങ്ങനെ ലെറ്റേഴ്സ് വഴി കിട്ടുവാണ്. ഈ ഒരു ഇൻഫർമേഷൻ അദ്ദേഹത്തിലേക്ക് കിട്ടുവാണ്. ഈ കിട്ടുന്ന സമയത്തിനുള്ളിൽ തന്നെ എന്താ പറയുക, ഈ ഒരാളുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിരുന്നു. ആ ഒരു ഇൻസിഡന്റ് ആണ് അദ്ദേഹത്തിന് ഈ ഒരു സംഭവം കണ്ടുപിടിക്കാനുള്ള ഒരു പ്രചോദനമായി മാറിയത്. നമുക്കറിയാം ഈ ഒരു 1825 കാലഘട്ടം എന്ന് പറയുന്ന മൊത്തത്തിൽ എന്താ പറയുക, ഈ ടെലിഫോണൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സാധനം മൊത്തത്തിൽ എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെറ്റേഴ്സ് വഴിയാണ്, അല്ലെങ്കിൽ ലെറ്റേഴ്സ് വഴി കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇതും എത്തിച്ചിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെ ഒരു കുതിരയുടെ സഹായത്തോടെ അല്ലെങ്കിൽ കുതിര സവാരിയിലൂടെ ഈ ഒരു ലെറ്റേഴ്സ് കൈമാറുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തി ഈ ഒരു സാധനം മേടിച്ച് ഇവിടെ കൊണ്ടെത്തിക്കുക. അങ്ങനെ മാത്രമേ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന സംഭവം നടന്നിരുന്നുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തനിക്ക് എന്താ പറയുക, ഈ ഒരു സംഭവം മാറ്റണം, അല്ലെങ്കിൽ ലെറ്റർ എന്നൊരു സിസ്റ്റത്തിനെ മാറ്റിയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് എന്നൊരു സാധനത്തിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു സംഭവം, ഒരു പുതിയൊരു സംഭവം കണ്ടുപിടിക്കണമെന്ന് സാമുവൽ മോഴ്സ് എന്നൊരു പുള്ളിക്കാരൻ ചിന്തിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഈ ഒരു മോഴ്സ് കോഡ് സൃഷ്ടിക്കുന്നത്. അതുവഴി അദ്ദേഹം ചിന്തിച്ച രീതി ഇങ്ങനെയായിരുന്നു. ആൽഫബറ്റ്സ് ഒന്നും ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് പാസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല, അല്ലെങ്കിൽ അതൊരു അഡ്വാൻസ് ആയിട്ടുള്ള കാര്യമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു കാലഘട്ടത്തിൽ തോന്നി. പക്ഷേ അപ്പോൾ പോസിബിൾ ആയിട്ട് അദ്ദേഹത്തിന് തോന്നിയ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ യൂസ് ചെയ്തുകൊണ്ട് ഡോട്ട്സും കോമാസും വളരെ കാര്യമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഒരു പഠനം അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു. ഓക്കെ, അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക കോഡ്, ഈ ഒരു ഡോട്ട്സിനെയും കോമയും യൂസ് ചെയ്തുകൊണ്ട് അദ്ദേഹം A to Z ഉള്ള ആൽഫബറ്റ്സിനെ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതിക്ക് അദ്ദേഹം എന്ത് ചെയ്യണം, ഒന്ന് റീറൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു മോഴ്സ് കോഡ് എന്നൊരു സിസ്റ്റത്തെ അദ്ദേഹം ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു മോഴ്സ് കോഡ് സാധനം ഉണ്ടാകുന്നത്. ഇതുവഴി അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ യൂസ് ചെയ്തുകൊണ്ട് കുറേ ഡോട്ട്സും കോമാസും യൂസ് ചെയ്തുകൊണ്ട് ഒരു ലാംഗ്വേജ് അദ്ദേഹം കണ്ടുപിടിക്കുകയാണ്. ഈ ഒരു ലാംഗ്വേജ് പിന്നീട് ഒരുപാട് ഇന്നോവേറ്റീവ്സിന് അവരുടെ തിങ്സിന് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് ഒരുപാട് വഴിത്തിരിവായ ഒരു കണ്ടുപിടുത്തം കൂടിയാണ്. അപ്പോൾ ഇന്ന് ഈ ഒരു സംഭവം, ഈ ഒരു മോഴ്സ് കോഡ് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ആർമികളിൽ, നമ്മുടെ എന്താ പറയുക ഫ്ലൈറ്റുകളിൽ, അതുപോലെ തന്നെ ഷിപ്പുകളിലെല്ലാം ഇന്ന് ഈ ഒരു മോഴ്സ് കോഡ് സാധനം വളരെ പവർഫുൾ ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പോയിട്ട് നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ സംസാരിക്കാൻ അറിയാത്തവർ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്തവർ, ചെവി കേൾക്കാൻ വയ്യാത്തവരെല്ലാം ഈ ഒരു മോഴ്സ് കോഡിൻ്റെ സാന്നിധ്യം തേടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മോഴ്സ് കോഡ് അവരുടേതായ രീതിക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇന്ന് കാണുന്ന ഒരു മോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പുള്ളിക്കാരൻ കണ്ടുപിടിച്ച രീതിക്കുള്ളതല്ല എന്നൂടെ മനസ്സിലാക്കുക. അവരുടേതായ രീതിയിൽ അല്ലെങ്കിൽ ആവശ്യാനുസരണം ഈ ഒരു സംഭവത്തിനെ അവരെ യൂസ് ചെയ്യത്തക്ക രീതിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി യൂസ് ചെയ്യുന്നുണ്ടെന്ന് കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരു മോഴ്സ് കോഡ് എന്ന് പറയുന്നത് മൊത്തത്തിൽ എന്താ പറയുക, ഒരു കോമൺ ആയിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചൊരു മോഴ്സ് കോഡ് എന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഡോട്ട്സും കോമാസും യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ലാംഗ്വേജ് സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മോഴ്സ് കോഡ് എന്താണെന്നൊരു അല്ലെങ്കിൽ മോഴ്സ് കോഡ് എന്താണെന്നൊരു സംഭവം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു സാമുവൽ മോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം 1825 നമ്മളെ എന്താ പറയുക ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു ആർട്ട് പ്രൊഫസർ ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സയൻസിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. ഇദ്ദേഹം തന്നെയാണ് ടെലഗ്രാഫ് എന്നൊരു സംഭവം കൂടി കണ്ടുപിടിച്ചെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. അതോടെ തന്നെ ഈ ഒരു മോഴ്സ് കോഡ് എന്നൊരു സബ്ജക്റ്റിനെ കൂടി സംസാരിക്കാൻ പറഞ്ഞ ബ്രോ എന്താ പറയുക, ഈ ഒരു വീഡിയോ ഫുൾ ഡെഡിക്കേറ്റഡ് ടു യു. ഓക്കെ, എല്ലാവർക്കും ഈ ഒരു മോഴ്സ് കോഡ് സംഭവത്തെ കുറിച്ച് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്ന ഗൈസ്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ലീവ് ചെയ്യുക. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതിനേക്കാൾ ലിങ്ക് എടുക്കാച്ചൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.